പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിങ്ങൾ സന്തോഷമായിരിക്കുന്നു, ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് വേണ്ടി ദൈവം എന്നെ ശക്തമേറിയ ഒരു ദൈവിക ആലോചന ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രവചന ശബ്ദത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നതിന് മുമ്പായി ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവവചനത്തിൽ നിന്ന് ദൈവം എന്നോട് സംസാരിച്ച ഒരു വചനം ഇപ്രകാരമാണ്: ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വം എടുക്കേണ്ടതിനത്രേ. ആമേൻ. നമ്മൾക്കറിയാവുന്ന ഒരു പാസേജാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് മാർത്തിയുടെയും മറിയുടെയും ലാസറിന്റെയും ജീവിതത്തിൽ നിന്ന് യേശുക്രിസ്തു പറയുന്ന ഒരു പദമാണത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ആ വചനം സംസാരിക്കുന്നു. ഈ ദീനം മരണത്തിനായിട്ടല്ല. ആമേൻ. അതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന് മഹത്വം എടുക്കേണ്ടതിന് വേണ്ടിയാണ്. ഇതെവിടെയാ പറയുന്നതെന്നറിയാമോ? മരിച്ച് 4 ദിവസമായി ആമേൻ നാറ്റം വെച്ച ലാസറിന്റെ ഭവനത്തിന് മുന്നോടിയായി യേശുക്രിസ്തു പറയുന്ന പദമാണ്: എനിക്ക് ഈ വിഷയത്തിന്റെ മേൽ മഹത്വം എടുക്കുവാനുണ്ട്. ഇന്നത്തെ പ്രവചന ശബ്ദത്തിൽ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ നോക്കിയിട്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ്. ആ രോഗം മരണത്തിനു വേണ്ടിയിട്ടല്ല. ആമേൻ. ദൈവനാമം മഹത്വം എടുക്കേണ്ടതിനത്രേ. ആ സാമ്പത്തിക പ്രതിസന്ധി നിന്നെ കൊല്ലുവാൻ വേണ്ടിയിട്ടല്ല. അത് ആത്മഹത്യയിൽ തീരേണ്ട ഒരു വസ്തുവല്ല. അതിനേക്കാൾ ഉപരിയായി എന്റെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കേണ്ടതിനത്രേ. ആമേൻ. ഒരിക്കൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ 1-2 വചനങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ധൈര്യപ്പെടുത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അടുക്കിലേക്ക് പത്രോസ് കടന്നു വന്ന് പറവാനിടയായി തീർന്നു: ഗുരു, നമുക്ക് കരം കൊടുക്കണം, അതിന് നമ്മുടെ കയ്യിൽ കാശില്ല, എന്ത് ചെയ്യണം? യേശു പറഞ്ഞു: പത്രോസേ, നീ ഭാരപ്പെടേണ്ട. ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇതേ പദം തന്നെ പറയുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആമേൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്റെ ഭവനം കടം കയറി ജപ്തിയുടെ വക്കീലാണ് ആയിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന ചില വ്യക്തികളുണ്ട്. അവരോട് ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് പറയുകയാണ്: ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് പ്രൈസ് ദി ലോർഡ് ശിവന്റെ നാമത്തിൽ ആ ജപ്തി മാറിപ്പോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. നിങ്ങൾ അത്ഭുതങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. യേശു പത്രോസിനോട് ചെന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് പത്രോസ് യേശുവിനോട് വന്നിച്ച് പറയുമ്പോൾ അവൻ യേശു പത്രോസിനോട് പറയുന്ന കാര്യമാണ്: നീ പ്രൈസ് ദി ലോർഡ് കടലിൽ പോയി ആദ്യം പിടിക്കുന്ന മീനെ നീ തുറന്നു നോക്കുക, അവിടെ നിനക്കുള്ള കരുതൽ ഉണ്ടാകും. ആമേൻ. അവൻ അതുപോലെ ചെയ്തപ്പോൾ വലിയ ദൈവത്തിന്റെ കരുതൽ കണ്ടു എന്നാണ് വചനം പറയുന്നത്. ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരത്ഭുത ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ, ഞാൻ നാളത്തെ കാര്യമല്ല പറയുന്നത്, ഞാൻ അടുത്ത ആഴ്ചത്തെ കാര്യമല്ല പറയുന്നത്, ഇപ്പോൾ റൈറ്റ് നൗ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉറച്ചു വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് ചെറിയ കാര്യങ്ങളിൽ നിന്ന് ചെയ്യുവാൻ പറ്റും. ആമേൻ.
ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആയി ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിലും ആമേൻ, ചില സമയത്ത് എല്ലാം എതിരായി നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളുടെ മേൽ ദൈവം ഓപ്പണിങ്ങൾ നൽകി കൊടുക്കും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ഓപ്പണിങ്ങിനെ ചില കുടുംബങ്ങളുടെ മേൽ ഞാൻ കൽപ്പിക്കുകയാണ്. അതിന്മേൽ ദൈവനാമ മഹത്വം എടുക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ഡിവോഴ്സിന്റെ വക്കീലാണ് ആയിരിക്കുന്നത്. എന്തു ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ കുടുംബം നല്ല രീതിയിൽ പോകണമെന്നുണ്ട്. എന്നാൽ എവിടെയൊക്കെയോ ഏതൊക്കെയോ മേഖലകളിൽ അത് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട്. അവരുടെ മേൽ അത്ഭുതം സംഭവിക്കട്ടെ, അവരുടെ മേൽ അത്ഭുതം സംഭവിക്കട്ടെ. ആ വിഷയത്തിന്റെ മേൽ ദൈവനാമ മഹത്വം എടുത്തിരിക്കും. വിദേശത്തൊക്കെ ട്രാവൽ ബാനായി അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഞെരുക്കത്തിൽ കൂടി പ്രയാസത്തിൽ കൂടി എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരുണ്ട്. അവരുടെ മേൽ ദൈവനാമ മഹത്വം എടുക്കട്ടെ. ഏതു സമയത്താണോ നിങ്ങൾ കേൾക്കുന്നത്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. ക്രിയേറ്റീവ് ആകുന്ന ദൈവപ്രവർത്തികൾ ഇന്നു തൊട്ട് നിങ്ങളുടെ ജീവിതത്തിന്മേൽ കാണട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ ജനത്തെ ദൈവങ്ങളിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ കഷ്ടതയിൽ നിന്ന്, ഇവരുടെ വേദനയിൽ നിന്ന്, ഇവരുടെ പ്രയാസത്തിൽ നിന്ന്, ഇവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് പല പ്രാവശ്യം എക്സാമുകൾ എഴുതി ജയിച്ചില്ല, ഇന്ന രാജ്യത്ത് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, ഒന്നും നടക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുടെ മേൽ, സാമ്പത്തികമായി വലയുന്നവരുടെ മേൽ, രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ മേൽ അത്ഭുത സൗഖ്യത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. അതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ, അതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ദൈവപുത്രൻ ഇവരുടെ വിഷയത്തിന്റെ മേൽ മഹത്വം എടുക്കും. ഇവർ വലിയ സാക്ഷ്യങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ദൈവം അത് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ചാനലിലൂടെ ദൈവം അനുവദിക്കുന്ന ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസം നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല, ശുശ്രൂഷകൾ ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ രാത്രി 7 മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ വിടുതലിൻ ശുശ്രൂഷകൾ, പ്രൊഫറ്റിക്കൽ മെസ്സേജുകൾ നമ്മൾ കൈമാറുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് എനിക്കറിയാം. ദൈവം എന്നെ ഏൽപ്പിച്ച ആ ദൈവിക ദൂതിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകുകയാണ്. ഈ ദൂതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മുടെ ദൈവത്തെ പറ്റി പറയുന്ന ഒരു പേരാണ് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ. എന്നോട് ഒരുമിച്ചൊന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ദൈവത്തിന്റെ പേരെന്താണ്? പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഉറപ്പോടുകൂടി പറഞ്ഞോ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. ആമേൻ. പ്രാർത്ഥനകൾക്ക് വലിയ ഡിഫറൻസുകൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് മടുത്തും മറന്നതുപോയതുമായ വിഷയങ്ങളുടെ മേൽ ഒരത്ഭുതത്തിന്റെ കരം ഈ സീസൺമേൽ നിങ്ങൾ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നത് പറയുമ്പോൾ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ബുധനാഴ്ചയും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. അത് രാത്രി 10:30 ഇന്ത്യൻ സമയം രാത്രി 10:30. പ്രൈസ് ദി ലോർഡ്. ശക്തമേറിയൊരു പ്രൊഫറ്റിക്കൽ പ്രയർ ആണ്. ആ പ്രാർത്ഥനകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആ സൂം മീറ്റിംഗിൽ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾക്ക് പ്രൊഫറ്റിക്കൽ വേർഡ് ഇല്ല, കുറച്ച് തിരക്കും കാര്യങ്ങളും ആയത് കാരണത്താൽ എല്ലാ ദിവസവും, കഴിയുന്ന എല്ലാ ദിവസവും രാവിലെ ശക്തമേറിയ 2 മിനിറ്റിൽ താഴെയുള്ള പ്രൊഫറ്റിക്കൽ മെസ്സേജ് അവിടെ ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ
അവിടെ അയച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ നോക്കുക, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ളത് ഉറപ്പാണ്. ചിലരുടെ ജീവിതത്തിൽ അത് പെട്ടെന്ന് സംഭവിക്കും. ആമേൻ. എന്റെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത് പെട്ടെന്ന് സംഭവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ചില സമയങ്ങളിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥനകൾക്ക് ഇമ്മീഡിയറ്റായൊരു മറുപടി തരുവാൻ സാധ്യതയില്ല. ഇവിടെയാണ് നിങ്ങളിൽ പലരും ഇന്ന് എൻ്റെ ഈ പ്രവചന ശബ്ദം കേൾക്കുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് മറുപടി തരാത്തത്? ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ? ദൈവം എനിക്ക് വേണ്ടി കരുതുന്നില്ലേ? പലരുടെയും ജീവിതത്തിൽ അത്ഭുതം നടന്നു കാണുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ മാത്രം പ്രാർത്ഥനകൾക്ക് മറുപടി തരാത്തത് എന്ത്? ഇങ്ങനെയുള്ള ഭാരത്തോടുകൂടെയാണ് ഇന്നത്തെ പ്രൊഫറ്റിക്കൽ മെസ്സേജിൽ നിങ്ങളായിരിക്കുന്നതെങ്കിൽ പ്രൈസ് ദി ലോർഡ്, വളരെ ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ആമേൻ പ്രൈസ് ദി ലോർഡ് ഈ മെസ്സേജിൽ നിങ്ങൾ പങ്കെടുത്തോ. ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കും. 3 വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഒന്നാമത്തെ വ്യക്തി ഏലിയാവാണ്. രണ്ടാമത്തെ വ്യക്തി യെബേസാണ്. മൂന്നാമത്തെ വ്യക്തി പ്രൈസ് ദി ലോർഡ് അദ്ദേഹത്തിന്റെ പേര് സെഖര്യാവും കുടുംബവുമാണ്. ഈ 3-ൽ ഏതെങ്കിലും ഒരു പാട്ടിൽ ഇന്ന് നിങ്ങൾ പെട്ടവരായിരിക്കാം. എന്നാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ പറ്റി ദോഷമായ ഒരു പ്ലാൻ ഇല്ല. ആമേൻ. എൻ്റെ ദൈവം നിന്നെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന ദൈവമല്ല. ആമേൻ. നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. റോമാലേഖനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം സ്വർഗത്തിന്റെ ഏറ്റവും ബെസ്റ്റായ ക്രിസ്തുവിനെ നമ്മൾക്ക് നൽകി തന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ അതോടുകൂടെ നിങ്ങൾക്ക് എല്ലാം നൽകിത്തരും. ഭൂമിയിലുള്ള മെറ്റീരിയലായ വസ്തുവിലെല്ലാം നിന്റെ നോട്ടം വരേണ്ടത് ദൈവം മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അവിടെയാണ് പ്രാർത്ഥനകളുടെ മറുപടി സംഭവിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ ശുശ്രൂഷകൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കമന്റ് സെക്ഷനിൽ കൂടി കഴിഞ്ഞ 1-ാം തീയതിയിലുള്ള മെസ്സേജിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ പല വ്യക്തികളും ഞാൻ പറയുന്നത് കേട്ടു, പക്ഷേ എല്ലാ ദിവസവും വീഡിയോ ഇടണം. ഈ ശുശ്രൂഷകൾ ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ്. ഇത് ഞാൻ ബാക്കിയുള്ളവരോട് പറയുകയാണ്. ഈ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമാണെങ്കിൽ ആമേൻ, അതെങ്ങനെയാണ് അനുഗ്രഹമായതെന്ന് ദയവ് ചെയ്ത് കമന്റ് സെക്ഷനിൽ ഒരു കമന്റ് ചെന്നിടുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാ കമന്റുകളും വായിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും അവിടെ ടൈപ്പ് ചെയ്തിടുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. ഇവിടെ ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തി മലയുടെ മുകളിലേക്ക് കടന്നുപോയി. എന്നിട്ട് അവന്റെ ചില പദങ്ങൾ എന്റെ ശ്രദ്ധയിൽ പെട്ടു. ജനം ചോദിച്ചു, യഥാർത്ഥ ദൈവമാരാണ്? ബാൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അതോടൊപ്പം തന്നെ ജീവനുള്ള ഇസ്രയേലിന്റെ ദൈവമുണ്ട്. ഈ സമയത്ത് ഏലിയാവ് പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവം യഥാർത്ഥ ദൈവമാണ്. ഇന്ന് നിന്നോട് ഞാൻ ഈ പദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ദൈവം യഥാർത്ഥ ദൈവമാണ്. അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത ദൈവമാണ്. അവൻ വിളിച്ചാൽ കേൾക്കുന്ന ദൈവമാണ്. ആമേൻ. അവൻ നിന്നോട് നാവ് കൊണ്ട് സംസാരിക്കുന്ന ദൈവമാണ്. നീ കടന്നു പോകുന്ന അവസ്ഥ കാണുന്ന ദൈവമാണ്. ഇന്നത്തെ സാഹചര്യം നിന്നോട് പറയുന്നത് ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്നാണ്. എന്നാൽ ഞാൻ നിന്നോട് ഈ ദൈവവചനത്തോട് നിന്നുകൊണ്ട് പറയുന്നു, അവൻ നിന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവമാണ്.
ഏലിയാവ് പറഞ്ഞു, യഥാർത്ഥ ദൈവം ബാലിന്റെ ദൈവമാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിച്ചു. ഒന്നും നടന്നില്ല. ഏലിയാവ് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് ആ വിഷയത്തിന്റെ മേൽ അത്ഭുതം സംഭവിച്ചു. ഇവിടെ ദൈവം ആരാണ് എന്ന് വെളിപ്പെടേണ്ട ഒരു മേഖലകളിൽ അത്ഭുതം ഇമ്മീഡിയറ്റ് ആയിരുന്നു. ഇന്ന് നിന്റെ ജീവിതത്തിന്മേൽ നിന്റെ ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തേണ്ട മേഖലയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. നിന്റെ അത്ഭുതം പെട്ടെന്നായിരിക്കും. ഇത് പറയുമ്പോഴാണ് നമ്മൾ തുടക്കത്തിൽ പ്രാർത്ഥിച്ച വിഷയം എന്റെ മനസ്സിലേക്ക് ഒന്ന് കടന്നു വരുന്നത്. മാർത്തയും മറിയയും യേശുവിനെ സ്നേഹിച്ച കുടുംബമായിരുന്നു. യേശുവിന് വേണ്ടി നിന്ന കുടുംബമായിരുന്നു. ആമേൻ. എന്നിട്ടും അവർക്കൊരാവശ്യം കടന്നു വന്നപ്പോൾ ദൈവം ആ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുത്തില്ല. അവനായിരുന്ന സ്ഥാനത്ത് 4 ദിവസവുമായിരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ചില മേഖലകളിൽ നിനക്ക് വേണ്ട സമയത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഒരു ദൂതി ഞാൻ പറയാം. അതിന്റെ പുറകിൽ ഒരു ദൈവ മഹത്വം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ദൈവ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി ഇന്നു തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇത് പറയുമ്പോൾ എന്നെ ചില വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് കരച്ചിലോടുകൂടെ കാണുന്നവരുണ്ട്. അവരുടെ കുടുംബത്തിന്റെ മേൽ സാമ്പത്തിക കുരുക്കുകളാൽ, ഭവനത്തിനകത്ത് സമാധാനം ഇല്ലാത്ത കാരണത്താൽ ഞെരുക്കം അനുഭവിച്ചുകൊണ്ട് എന്നെ കാണുന്നവരുടെ കുടുംബങ്ങളുടെ മേൽ വലിയ ദൈവമഹത്വത്തെ ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ റിലീസ് ചെയ്യുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് തൊട്ട് ആ ബന്ധനം നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ അഴിഞ്ഞു മാറുകയാണ് സംഭവിക്കുക. അപ്പോൾ ഏലിയാവിന്റെ ജീവിതത്തിന്മേൽ ഒരു അത്ഭുതം സംഭവിച്ചത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമാരാണെന്ന് ചലഞ്ച് ചെയ്യപ്പെട്ട മേഖലകളിൽ ഇമ്മീഡിയറ്റ്ലി ഒരു അത്ഭുതം സംഭവിച്ചു. 2, യബ്ബേസ് അവന്റെ അമ്മ, എനിക്ക് തോന്നണേ 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 9 തൊട്ട് 10 വരെ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ കാണാൻ പറ്റുന്നു അവന്റെ അമ്മ വ്യസനത്തോടുകൂടി ഞാൻ ഇവനെ പ്രസവിച്ചു എന്ന് പറഞ്ഞു. അവന് വ്യസനപുത്രൻ എന്ന പേരുള്ള യബ്ബേസ് എന്ന് പേരിട്ടു. എന്നാൽ അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ അതിർ വിശാലമാക്കണമേ. എന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുക. നിന്റെ കൈ എന്നോടുകൂടി ഇരിക്കണം. ഇത് ഇവന്റെ പ്രാർത്ഥനയിൽ സെൽഫിഷായ ഒന്നുമില്ല. നീ എന്നെ അനുഗ്രഹിക്കണം, നീ എന്റെ അതിരുകൾ വിശാലമാക്കണം. ആമേൻ. നിന്റെ കൈ എന്നോടുകൂടി ഇരിക്കണം. ദൈവം അവൻ അപേക്ഷിച്ചതിനെ നൽകി എന്നാണ് പറയുന്നത്. ഇന്ന് ആരോടോ ദൈവാത്മാവ് പറയുന്നു, നീ അപേക്ഷിച്ചതിനെ ഈ സീസന്റെ മേൽ ദൈവം നൽകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇത് എത്ര നാളിവൻ കാത്തിരുന്നു എന്നൊന്നും വചനം പറയുന്നില്ല. എന്നാൽ ദൈവം പറയുന്നു, യബ്ബേസ് ചോദിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹമായിരുന്നു, ദൈവത്തിന്റെ കൈ ആയിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു, ദൈവത്തിന്റെ സംരക്ഷണമായിരുന്നു. അവന്റെ ആഗ്രഹങ്ങൾ ദൈവം അവന് നൽകി എന്നാണ് വേർഡ് പറയുന്നത്. ഇന്ന് ഒരു വിശാലതയ്ക്കു വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ മുമ്പിൽ മൊത്തം ബൗണ്ടറികളാണ്. എന്റെ കൊച്ചുമക്കളുടെ ജീവിതത്തിന്മേൽ മൊത്തം ബൗണ്ടറികളാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. ഒരു തലത്തിലും എന്താ പറയാ, ഒതുങ്ങപ്പെട്ട അനുഭവം, മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റാത്ത അനുഭവമാണ് എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. നീ ഒരു അത്ഭുതം ഇന്നു തൊട്ട് കണ്ടിരിക്കും.
ആമേൻ പറഞ്ഞുകൊണ്ട് ആ വേർഡിനെ സ്വീകരിച്ചാട്ടെ. മൂന്നാമത്തെ വ്യക്തി സെക്കരിയാവ്, എലിസബത്ത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ കുടുംബം. അവരവരുടെ യൗവനത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു, പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ദൈവിക ശുശ്രൂഷകളിൽ ആക്റ്റീവായിരുന്നവരായിരുന്നു. ആരൊക്കെയോ പറയുന്നത്, ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, then why again? എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല. ഇവിടെ ഇവർ പ്രായാധിക്യത്തിലേക്ക് മാറ്റപ്പെട്ടു, വാർദ്ധക്യത്തിലേക്ക് മാറ്റപ്പെട്ടു. ഈ സമയത്ത് സർപ്രൈസായി ദൈവത്തിന്റെ ദൂതൻ സെക്കറിയാവിനോട് പറയുന്നു, നിനക്കൊരു മകൻ ലഭിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. കാരണം ഇവൻ ദൈവത്തിന്റെ സീസണിൽ അലൈൻ ചെയ്ത് നടന്നവരായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് യെശയ്യാവ് പറഞ്ഞത്, ഹല്ലേലൂയ, മലാക്കിയുടെ പ്രവചനം പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മശിഹയുടെ വരവിനെ പറ്റി അതിന് മുന്നോടിയായി വരേണ്ടതിനു വേണ്ടി ദൈവം കണ്ടവനായിരുന്നു യോഹന്നാൻ. കാലതാമസം ഉണ്ടായിരുന്നു, പക്ഷെ പർപ്പസ് അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. ഇന്നാരോടോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ വിഷയത്തിൽ കാലതാമസമുണ്ടെങ്കിൽ ദൈവിക പർപ്പസ് ആ വിഷയത്തിന്റെ മേലുണ്ട്. ദൈവത്തിന്റെ പർപ്പസ് ആ വിഷയത്തിന്റെ മേലുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. ഇന്ന് ഞാൻ ഈ വിഷയങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ നൽകി തന്നൊരു കാഴ്ച, ഒരു നദിയിൽ ഒരു കല്ലുണ്ടെങ്കിൽ ആമേൻ, അതിന്റെ തുടക്കത്തിൽ, ആ കല്ലിന്റെ തുടക്കത്തിൽ അത് ഷാർപ്പുള്ളതായിരിക്കും, അത് വളരെ എഡ്ജഡായിരിക്കും. കാലതാമസം കഴിയുമ്പോൾ അത് നല്ല ഉരുണ്ടതും മിനുസമുള്ളതായി മാറിത്തീരും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? രൂപാന്തരം സംഭവിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിൽ ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ബെറ്ററായ വിഷന് വേണ്ടി, ഏതൊരു ബെറ്ററായ ദൈവപ്രവൃത്തിക്ക് വേണ്ടി. അതുകൊണ്ട് തളർന്നു പോകരുത്, അതുകൊണ്ട് പ്രയാസപ്പെടരുത്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇണങ്ങിയൊരു ആയുധമായി അടിയനെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. ആ വിടുതലൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന മോളിലെ 4ാം നിലയിൽ സിൽവർ ഹോളിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സെക്കൻഡ് സാറ്റർഡേ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. ആ ഡെലിവറൻസ് മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഈ ജനം വളരെ കരച്ചിലോടും ഭാരത്തോടും കൂടി അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ. ദൈവം അത് ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രാർത്ഥനകൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ.